പരിയാരം പരാജയം. കണ്ണൂരുള്ള CPM നേതാക്കൾ വളർത്തിയെടുത്ത പരിയാരം മെഡിക്കൽ കോളേജിനേക്കാൾ മെച്ചം, കേമം ഒരു വെറും തടിക്കച്ചവടക്കാരൻ വളർത്തിയെടുത്ത ഏനപ്പോയ മെഡിക്കൽ കോളേജ് എന്നുള്ള ഒരു സംവിധാനമാണ്. ഏനപ്പോയ മെഡിക്കൽ കോളേജ് മറ്റൊരു സംസ്ഥാനത്താണ്, കർണാടകത്തിലാണ്. അത് ഏനപ്പോയ മൊയ്തീൻ കുഞ്ഞി എന്ന ഒരു തടിക്കച്ചവടക്കാരനാണ് അതിൻ്റെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അതറിയപ്പെടുന്നത്. പരിയാരം മെഡിക്കൽ കോളേജ് കണ്ണൂരുള്ള CPM നേതാക്കൾ അല്ലെ CPMൽ കൂടി വളർന്നു വന്നവരൊക്കെ വളർത്തിയെടുത്ത ഒരു സംവിധാനമാണ്. 2014 മുമ്പ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന MV ജയരാജനായിരുന്നു അതിൻ്റെ ചെയർമാൻ. അങ്ങനെ CPMൻ്റെ നേതാക്കളാണ് അത് വളർത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് അത് സർക്കാരിൻ്റെ മെഡിക്കൽ കോളേജായി. കഴിഞ്ഞ ദിവസം കണ്ണൂർ തന്നെയുള്ള CPMൻ്റെ നേതാവായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ടായി. അത് നിങ്ങൾക്കത് വായിക്കാൻ പറ്റും. അതിൽ പറയുകയാണ്, പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സയ്ക്കായിട്ട് ഏനപ്പോയ എന്ന് പറയുന്ന ആശുപത്രിയിലേക്ക്, മംഗലാപുരത്തുള്ള ആശുപത്രിയിലേക്ക്, മറ്റു സംസ്ഥാനത്തുള്ള ആശുപത്രിയിലേക്ക് രോഗിയെ കണ്ണൂരിൽ നിന്ന് കൊണ്ടുപോകേണ്ടി വന്നു എന്നുള്ളത്. അപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് പരാജയമാണ്, ദയനീയ പരാജയമാണ് എന്ന് കണ്ണൂരിൻ്റെ മുൻ സംസ്ഥാന CPM സെക്രട്ടറിയുടെ മകൻ തന്നെ സമ്മതിക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇത്. എന്തുകൊണ്ടാണ് കണ്ണൂർ ഇത്രയും വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ടായിട്ട് അവർ വളർത്തിയെടുത്ത ഈ മെഡിക്കൽ കോളേജ് ഇത്ര ശോചനീയമായ ഒരവസ്ഥയിലേക്കായത്? അതിനേക്കാളും എത്രയോ നന്നായിട്ടൊരു തടിക്കച്ചവടക്കാരൻ സ്ഥാപിച്ച ഒരു മെഡിക്കൽ കോളേജ് അല്ലെ ആശുപത്രി ഇതിനേക്കാളും മെച്ചമായത് എന്തുകൊണ്ട്? തീർച്ചയായിട്ടും ഒരു തടിക്കച്ചവടക്കാരൻ്റെ അത്രയും പോലും കഴിവ് കണ്ണൂർ നിന്നുള്ള CPM നേതാക്കൾക്ക് ഇല്ല എന്ന് ബിനീഷ് കോടിയേരി പറയാതെ പറയുകയല്ലേ ഇത്. അപ്പോൾ കണ്ണൂർ നിന്നുള്ള മുഖ്യമന്ത്രിയാണിപ്പോൾ നമുക്കുള്ളത്. കണ്ണൂരുള്ള പിണറായി എന്ന സ്ഥലത്തു നിന്നുള്ള സാക്ഷാൽ പിണറായി വിജയൻ. അതുപോലെ മുമ്പുണ്ടായിരുന്നൊരു CPMൻ്റെ മുഖ്യമന്ത്രി നയനാരും കണ്ണൂർക്കാരൻ തന്നെ. CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ 10-13 വർഷത്തോളം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. പിന്നീടാണ് 9 വർഷമായിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത് കണ്ണൂർത്തെ സമുന്നത CPM നേതാവ് തന്നെ. ഇപ്പോഴത്തെ നമ്മുടെ സംസ്ഥാന CPMൻ്റെ സെക്രട്ടറി ഗോവിന്ദനും അവിടുന്ന് തന്നെ. ഇതിനു മുമ്പുണ്ടായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അവിടുന്ന് തന്നെ. മുഖ്യമന്ത്രി മാത്രമല്ല, മുൻ ആരോഗ്യമന്ത്രിയും ഈ കണ്ണൂറുകാരൻ തന്നെ. അതുപോലെ അവിടുത്തെ വ്യവസായ മന്ത്രി EP ജയരാജൻ എന്ന് പറഞ്ഞ ആളും കണ്ണൂരിൽ തന്നെ. ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശി, മുൻ പൊളിറ്റിക്കൽ സെക്രട്ടറി ജയരാജൻ, ഇവരെല്ലാം കണ്ണൂരുകാർ തന്നെ. അപ്പോൾ കണ്ണൂർ CPM നേതാക്കളുടെ ഒരു നീണ്ട നിര തന്നെ സംസ്ഥാനം ഭരിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ട്, പാർട്ടിയെ നയിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ടിട്ടുണ്ട്, അതായത് ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വം. അപ്പോൾ ഈ ഒരു മെഡിക്കൽ കോളേജ് അല്ലെ ഒരു ആശുപത്രി പോലും മര്യാദയ്ക്ക് വളർത്തിയെടുത്ത് ആ കണ്ണൂരുള്ള ആൾക്കാർക്ക് ഉപയോഗപ്രദമാക്കാൻ പറ്റാത്ത കഴിവുകെട്ട ആൾക്കാരാണോ ഇന്ന് കേരളം ഭരിക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ബിനീഷ് കോടിയേരിയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, വേറെ ആരുമല്ല. പരിയാരം മെഡിക്കൽ കോളേജിൽ നിന്ന് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഒരു തടിക്കച്ചവടക്കാരൻ തുടങ്ങിയ ഏനപ്പോയ ആശുപത്രിയിലേക്ക് ആളുകളെ കൊണ്ടുപോകേണ്ടി വരുന്നു എന്നുള്ളൊരവസ്ഥ. CPM കണ്ണൂർ ടൗണിൽ തന്നെ പണ്ട് മുതലേ AKG ആശുപത്രി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ആശുപത്രി നടത്താൻ ഉള്ള പരിചയവും പരിശീലനവും ഒക്കെ കിട്ടിയ ഒരു പാർട്ടിയാണ് ഈ CPM. അതിനുശേഷമാണ് ഈ പരിയാരത്തെ ഈ ആശുപത്രി അവർ തുടങ്ങിയത്. എന്നിട്ട് അതിൻ്റെ വികസനമൊക്കെ നടന്നത്. തലശ്ശേരിയിൽ ആശുപത്രിയുണ്ട്. പക്ഷേ ഇന്നും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അന്യ സംസ്ഥാനത്തേക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് കണ്ണൂരത്തുള്ള CPMകാർക്കെതിരെ ഉള്ളത് എന്നുള്ളതാണ് ഒരവസ്ഥ. CPMകാർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ CPMകാർക്കല്ല, സാക്ഷാൽ പിണറായി വിജയൻ തന്നെ ചികിത്സിക്കാൻ വേണ്ടി പോകുന്നത് അമേരിക്കയ്ക്കാണ്. കണ്ണൂരൊരു മര്യാദയ്ക്കൊരു ആശുപത്രി ഉണ്ടെങ്കിൽ ഈ അമേരിക്കയ്ക്ക് പറക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പക്ഷേ ഈ CPM നേതൃത്വത്തിന് ഒരു മര്യാദയ്ക്ക് ആശുപത്രി ഉണ്ടാക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അതുപോലെ അതിന് മുമ്പ് അമേരിക്കയ്ക്ക് പോകുന്നതിന് മുമ്പ് ചെന്നൈയിലുള്ള അപ്പോളോ ആശുപത്രിയിലേക്കായിരുന്നു പിണറായി വിജയൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ചികിത്സിക്കാൻ വേണ്ടി ഒരു ആശുപത്രി മര്യാദയ്ക്ക് ഇല്ലാത്ത ഒരു ജില്ലയിലെ നേതാക്കളാണ് ഇന്ന് സംസ്ഥാനം ഭരിക്കാൻ വേണ്ടി ഓടി നടന്ന് പ്രസംഗിച്ച് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനടുത്തുള്ള ഒരു ജില്ലയായ കാസർഗോഡ് കോവിഡ് സമയത്ത്
ടാറ്റാക്കാർ കൊണ്ടുവന്ന് ഒരു ഒരു ആശുപത്രി അവിടെ സ്ഥാപിച്ചിരുന്നു. ടെമ്പററി ആയിട്ട് കോവിഡ് സമയത്ത് പെട്ടെന്ന് സ്ഥാപിച്ചതാണ്. ബെഡും പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. കോവിഡ് സമയത്ത് വേണ്ട വിദഗ്ധ പരിചരണവും ചികിത്സയും നൽകാൻ വേണ്ടിയാണ് ടാറ്റ അവിടെ ഒരു ആശുപത്രി അവിടെ സ്ഥാപിച്ചത്. പക്ഷേ കോവിഡൊക്കെ കഴിഞ്ഞ് പിന്നീട് ഈ ടാറ്റയോട് പറഞ്ഞ് ആ ഒരു ആശുപത്രി ഒരു ബോംബെയിലുള്ള ടാറ്റ ആശുപത്രി പോലെ ഒരു വിദഗ്ധ ആശുപത്രിയായിട്ട് മാറ്റാൻ വേണ്ടി CPM ഭരിച്ച ഈ അന്നത്തെ ആരോഗ്യമന്ത്രിയും അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ മുഖ്യമന്ത്രിയും ഒന്നും ശ്രമിച്ചില്ല എന്നുള്ളത് ഈ കണ്ണൂർ എന്നുള്ളതും കാസർഗോഡ് എന്നുള്ള ആൾക്കാരൊക്കെ ഈ ഏനപ്പോയ മൊയ്തീൻ കുഞ്ഞ് നടത്തുന്ന ആശുപത്രിയിലേക്ക് തന്നെ പോകണമെന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണോ എന്നും സംശയിക്കേണ്ടതുണ്ട്.